ഓക്കെ. സിയുടെ സൗണ്ട് എന്താ? ഞാൻ ഇവിടെ അതിൻ്റെ ഒപ്പം തന്നെ എഴുതിയിടാം. സിയുടെ സൗണ്ട് ഖ. കെയുടെ സൗണ്ട് എന്താ? ഖ തന്നെ അല്ലേ? ഏകദേശം സിയുടെ സൗണ്ട് ഖ, കാറ്റ്. കുറച്ചുകൂടെ ഗഡ് പ്രൊണൗൺസിയേഷൻ ആണ്. കെയുടെ ഖ, കൈറ്റ്. പക്ഷെ പെട്ടെന്ന് കേട്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? സിയും കെയുടെയും സൗണ്ട് ഒരുപോലെ ഇല്ലേ? അപ്പം നമ്മൾ സ്പെല്ലിംഗ് ഡിക്റ്റേഷൻ തരുമ്പോൾ എങ്ങനെ അറിയും സി ആണോ കെ ആണോ എന്ന്? അതിനൊരു സൂത്രം പറഞ്ഞു തരട്ടെ. ഒരു പടം വരച്ചിട്ട് പഠിക്കാം. ഒരു സൈഡിൽ ടേക്ക് എ ഫ്രഷ് ന്യൂ പേജ് ആൻഡ് ഡ്രോ എ ലൈൻ ത്രൂ ദ സെൻറ്റർ. നടുക്കൂടെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഒരു സൈഡിൽ സിന്ന് ഹെഡിങ് കൊടുക്കുക. സി എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക. അടുത്ത സൈഡിൽ കെ. ഡ്രോ എ ലൈൻ ത്രൂ ദ സെൻറ്റർ. വരച്ചാ? ഒരു സൈഡിൽ സിന്ന് എഴുതുക, മറ്റേ സൈഡിൽ കെ. ഓക്കെ. ഇനി നമുക്കൊരു പടം വരയ്ക്കാം. സി, ഒരു വലിയ സീനെ വരച്ചേ. ഒരു വലിയ സീനെ വരച്ചിട്ട് നമുക്ക് അതുകൊണ്ട് ഒരു പൂച്ചേനെ ഉണ്ടാക്കാം. ഒരു ബിഗ് സി വരയ്ക്കുക. വരച്ചോ? ഈ പൂച്ചയ്ക്ക് 2 ചെവി വരച്ചു കൊടുക്കാം. ഒരു ചെവി ഇവിടെ വരച്ചു, ഒരു ചെവി ഇവിടെ വരച്ചു. സീ കൊണ്ട് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ക്യാൻ. ചെവി വരച്ചു. ഇനി കണ്ണില്ലേ? എ വെച്ചിട്ട് കണ്ണ് വരയ്ക്കും. ഒരു കുഞ്ഞ് എ വരച്ചുകൂടെ. ഇവിടെ ഒരു കുഞ്ഞ് 2 കണ്ണ് വരച്ചു കൊടുത്തു എ കൊണ്ട്. എഴുതിയോ? ഡൺ. ഇനി ഇവിടെ മൂക്ക് ഓ കൊണ്ട് ഒരു കുഞ്ഞു മൂക്ക് വരച്ചു കൊടുത്തു. 2 മൂക്ക് വേണോ? വേണ്ട, ഒരു മൂക്ക് മതി. വരച്ചാ? ഓ കൊണ്ട്. ഇനി യുവിനെ കുറച്ച് വൈഡായിട്ട് എഴുതിയിട്ട് നമുക്കൊരു വാ വരച്ചു കൊടുക്കാം. യു. പൂച്ചയുടെ പോലെ തോന്നണുണ്ടോ? നല്ല പൂച്ചയാണോ? ഭംഗിയുണ്ടോ? കാറ്റിന്റെ ഏതൊക്കെ വവൽസ് ഏതൊക്കെയാ? 5 വവൽസ് ഏതൊക്കെ? എ, ഇ, ഐ, ഒ, യു. സിയുടെ കൂടെ ഏതൊക്കെ വവൽസാ നോക്കിയേ നമ്മൾ എഴുതിയതിപ്പോ? സിയുടെ കൂടെ പൂച്ചയുടെ ഉള്ളിൽ ഏതൊക്കെ വവൽസ് ഉള്ളത്? എയും ഓയും യു. ഓക്കെ. എ, ഒ, യു സിയുടെ കൂടെയാണ്. ഓക്കെ. ഇനി നമുക്ക് കെക്ക് നമുക്കൊരു പട്ടം, ഒരു കൈറ്റിനെ വരയ്ക്കാം. ഓക്കെ. വിൽ ഡ്രോ എ ഡയമണ്ട് ഷേപ്പ്. ഇവിടെ ഇങ്ങനെ കുറച്ച് വാല് വരച്ചു കൊടുക്കുക. ഈ കൈറ്റിൻ്റെ ഉള്ളിൽ നോക്കിയേ, കൈറ്റിൻ്റെ ഉള്ളിൽ ആദ്യം ഐ. എയും ഓയും യുവും കഴിഞ്ഞ പിന്നെ ഏതൊക്കെ വവൽസാ ഉള്ളത്? ഐയും ഇയും. ഓക്കെ. ഐ കൈറ്റിൻ്റെ ഉള്ളിൽ എഴുതുക. ഇനി ഇവിടുത്തെ ടെയിലായിട്ട് ഇ എഴുതുക. ഒരു കൈറ്റിനെ വരയ്ക്കുക. കൈറ്റിൻ്റെ ഉള്ളിൽ ഐ എഴുതുക. എഴുതിയോ? ഡൺ. വെയിറ്റ് ചെയ്യും, എല്ലാവരുടെയും കംപ്ലീറ്റ് ആവട്ടെ. ഫിനിഷ്. ഓക്കെ. ഐയും ഇവിടുത്തെ ടെയിലായിട്ട് ഇയും. ഐയും ഇയും ഏത് നമ്പർ, ഏത് എന്തിൻ്റെ കൂടെയാ? കെയുടെ കൂടെ. ഓക്കെ. അപ്പൊ കെയുടെ അടുത്ത് വരുന്നത് ഐയും ഇയുമാണ്. സിയുടെ അടുത്ത് വരുന്നത് യു. എ, ഒ, യു സിയുടെ അടുത്താണ് വരുന്നത്. ഇനി നമുക്ക് ഡിക്റ്റേഷൻ വരുമ്പോൾ എങ്ങനെ വരണേന്ന് നോക്കാം. ഖ ആദ്യം കാറ്റ് തന്നെ നോക്കാം. ഖ, ആ, ട്, കാറ്റ്. ആ ഏത് ആൽഫബറ്റിന്റെ സൗണ്ട്? ഏത് വവലിന്റെ സൗണ്ടാ? എയുടെ സൗണ്ട്. അപ്പൊ സി ആണോ കെ ആണോ? എ ഏതിന്റെ കൂടെയാ? സി. അപ്പൊ മനസ്സിലായില്ലേ സി എങ്ങനെയാന്ന്? അപ്പൊ സൗണ്ട് വെച്ചിട്ട് തന്നെ ഇത് എഴുതി നോക്കിയേ. ഖ, ആ, ട്, കാറ്റ്. സി കഴിഞ്ഞിട്ട് എ, സി കഴിഞ്ഞിട്ട് എ, ഒ, യുടെ ഷോർട്ടോ ലോങ് സൗണ്ടോ വന്നു കഴിഞ്ഞാൽ സി ആണ്. കെ കഴിഞ്ഞിട്ട് വരുന്നത് ഐയും ഇയും മാത്രമാണ് കെ കഴിഞ്ഞിട്ട് വരിക. ഇനി കൈറ്റ് നമ്മൾ പട്ടമല്ലേ വരച്ചേക്കുന്നേ? ഐ എന്ന് പറയുന്നത് ഇവിടെ കെയുടെ കൂടെ അല്ലേ? അപ്പൊ കെ ആ സൈഡിൽ എഴുതിക്കോ. ക, ഐ, ട്, കൈറ്റ്. മാജിക് കീ ആണ്. ഐ വന്നത് ഇത് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അല്ലേ? ഇത് പറയാം കേട്ടോ. ദിയയ്ക്ക് അറിയില്ലേ മാജിക് കീ റൂള്? മാജിക് കീ വരുമ്പോൾ വവ്വലിന്റെ ലോങ് വവ്വൽ സൗണ്ട് ഐ എന്നാണ് വായിക്കുക. അപ്പൊ മാജിക് കീയും കൂടെ എഴുതണം. ക, ഐ, ട്, പിന്നെ മാജിക് കീയും കൂടെ. കൈറ്റ്. പട്ടം. പട്ടം വരച്ചില്ലേ? ഇനി അടുത്തത് കട്ട്, മുറിക്കുക. ഖ, ആ, ട്. ആ എന്ന് പറയുന്നത് ഏത് വവ്വലിന്റെ സൗണ്ടാ? ആ. യു. യു ഏതിന്റെ കൂടെ? സിയുടെ കൂടെയാണോ കെയുടെ കൂടെയാണോ? സിയുടെ കൂടെ. അപ്പൊ ഇവിടെയാണ് എഴുതേണ്ടത്. ഖ, ആ, ട്, കട്ട്. കട്ട്. ഇനി കിറ്റ്. ഖ, ഇ. ഇ എന്ന് പറയുന്നത് ഏത് വവലിന്റെ സൗണ്ടാ?
ഏത് വവ്വലിന്റെ സൗണ്ടാ? ആ കെയുടെ കൂടെയാണ്. വവ്വൽ ഏതാ? ഐയുടെ സൗണ്ട് അല്ലേ ഇ. അപ്പൊ സി ആണോ കെ ആണോ? കെ. ഖ ഇ ട്. ഖ ഇ ട്. കിറ്റ്. സഞ്ചി. എഴുതിയോ? നെക്സ്റ്റ്. ഫിനിഷ്. ഐ ആം ഡൺ. എല്ലാവരും കഴിഞ്ഞോ? ഡൺ. ഓക്കെ. നെക്സ്റ്റ്. കപ്പ്. കപ്പ്. ഖ അ പ്. സി. ഖ ആ എന്ന് പറഞ്ഞാൽ യുടെ സൗണ്ട് ആണ്, ഷോർട്ട് സൗണ്ട് ആണ്. അപ്പൊ സി ആണ് വരുന്നത്. ഖ അ പ്. കപ്പ്. നെക്സ്റ്റ്. വെയിറ്റ് ചെയ്യാം. വെള്ളം കുടിക്കാൻ എന്നോട് ചോദിക്കണ്ട കേട്ടാ, എടുത്തോ. നെക്സ്റ്റ്. അയാൾ നോക്കിക്കോ, എഴുതിക്കോ അതിൻ്റെ കൂടെ. കീപ്. ക ഇ പ്. സി ആണോ കെ ആണോ? കെ. കെയുടെ സൗണ്ട് ക. ഡബിൾ ഇ ആണ് ഇ പ്. ഓക്കെ. വവ്വൽ ബ്ലെൻഡിങ്. ക ഇ പ്. കീപ്. ക ഇ പ്. കീപ്. ഐയും ഇയും കെയുടെ കൂടെയാണ്. അപ്പൊ കെ ആണ് വരിക. കീപ്. ഇനി കോൺ. കോൺ എന്ന് പറയുന്ന CONE കോൺ. ബർത്ത്ഡേ ക്യാപ്പിന്റെ കോൺ ഇല്ലേ, ഐസ്ക്രീം കോൺ. അത് ചോളം അല്ല, അതും ഓ തന്നെ വരണേ. CONE കോൺ. സി ആണോ കെ ആണോ? സി. ഓ സിയുടെ കൂടെയാണ് വരുന്നത്. അപ്പൊ കോൺ. ക ഓ കോൺ. മാജിക് കീ ഉണ്ട്. ഓടെ ഇച്ചിരി നീട്ടി പറയണം. ലോങ് മൂവ്മെന്റ്സ്. കോൺ. അല്ല, സി. ഓ വരുമ്പോ സി അല്ലേ എഴുതണ്ടേ? ഇനി കെയിൽ ഇനി എന്താ ഉള്ളേ? കീ. താക്കോൽ. സി ആണോ കെ ആണോ? കെ. വെരി ഗുഡ്. ഇ എന്ന് പറയുമ്പോ ഇയുടെ ലോങ് വോവൽ സൗണ്ട് ആണ് കീ. താക്കോൽ. ക ഇ യ. കീ. കീ. താക്കോൽ. ക ഇ യ. കീ. ഡൺ. ഇത് കഴിഞ്ഞിട്ട് കളിക്കാൻ പോവാം. നെക്സ്റ്റ്. എയുടെ ഒരു ലോങ് വവൽ വരുന്നത് കെയിൻ. ചൂരൽ. കെയിൻ. ക എ. സി ആണോ കെ ആണോ? സി. വെരി ഗുഡ്. കെയിൻ. ചൂരൽ. അത് മാജിക് കീ വേർഡ് ആണ്. അപ്പോൾ സി ആണ് വരുന്നത്. എ ലോങ് വവല്, മാജിക് കീ. കെയിൻ. ചൂരൽ. കെയിൻ. ഇനി ഈയുടെ ഷോർട്ട് വവല് വരുന്ന ഇത്രയും വലിയ വേർഡ് കുഴപ്പമില്ല. കെറ്റിൽ. സി ആണോ കെ ആണോ? കെറ്റിൽ. ക എ ആണ്. കെ. വെരി ഗുഡ്. എ എന്ന് പറയുന്ന ഈയുടെ ഷോർട്ട് സൗണ്ട് ആണ്. അപ്പൊ കെറ്റിൽ ഇസ് കെ. ക എ ട് ട് എ. കെറ്റിൽ. ലാസ്റ്റ് വൺ. ക്യൂട്ട്. നല്ല ഭംഗിയുള്ളത്. ക്യൂട്ട് ബേബി. ക്യൂട്ട് ഫ്ലവർ. ക്യൂട്ട്. സി ആണോ കെ ആണോ? വെരി ഗുഡ്. സി. പഠിച്ചൂല്ലേ? ഇപ്പോ യു എന്ന് പറയുന്നത് സിയുടെ കൂടെയാണ്. യു വവ്വല് മറക്കരുത്. ഇതും കൂടെ എഴുതിയിട്ട് നമുക്ക് റീക്യാപ്പ് ചെയ്യാം. ക യു ട്. മാജിക് കീവേഡ് ആണ് യു. ലോങ് വവൽസ്. എഴുതി കഴിഞ്ഞോ?
ക്യൂട്ട്. ഇതില്ലേ? അപ്പൊ നോക്കിയേ, സിയുടെ കൂടെ ഏതൊക്കെ വവൽസാ? പൂച്ചയുടെ കണ്ണടച്ച് എല്ലാവരും ക്ലോസ് യുവർ ഐസ്. പൂച്ചയുടെ ഉള്ളിൽ ഏതൊക്കെ ആൽഫബറ്റ്, ഏതൊക്കെ വവലാ ഉള്ളത്? എ, ഒ, യു. വെരി ഗുഡ്. ഇനി കെയുടെ ഉള്ളിൽ, കൈറ്റിന്റെ ഉള്ളിൽ ഏതൊക്കെയാ ഉള്ള? കെയുടെ കൂടെ ഇ ആൻഡ് ഐ. അപ്പൊ ഇയും ഐയും വന്നു കഴിഞ്ഞാൽ സി ആണോ കെ ആണോ? കെ. എ, ഒ, യു വന്ന സി ആണോ കെ ആണോ? വെരി ഗുഡ്. പഠിച്ചില്ലേ? ഓക്കെ, ഈസി അല്ലേ? ഇനി മറക്കരുത് കേട്ടാ. ഈ പടം ഓർത്തു വെക്കുക. പൂച്ചയുടെ പടവും, പൂച്ചയുടെ കണ്ണ് എന്തുകൊണ്ട് വരച്ചേ? എ. മൂക്ക് എന്തുകൊണ്ടാ വരച്ചേ? ഓ. വാ എന്തുകൊണ്ട് വരച്ചേ? യു. പട്ടത്തിന്റെ ഉള്ളിൽ എന്താ? കൈറ്റിന്റെ ഉള്ളില് ഐ. കൈറ്റിന്റെ ടെയിൽ നമ്മൾ എന്തുകൊണ്ടാ വരച്ചേ? ഇ. വെരി ഗുഡ്. കട്ടായിക്കോ ടീച്ചർ.